സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിശ്ശേരി. വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പി ഒന്ന് കാണാം. പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളരിക്ക എടുക്കാം. അതിന് പുറമേ വരുന്ന തൊലിയും അതേപോലെ ഉള്ളിൽ വരുന്ന ആ ഒരു അരി വരുന്ന ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുള്ള 1-2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തേങ്ങ അരച്ചെടുക്കുകയും വേണം. വെന്ത് വന്നിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയുടെ ജീരകത്തിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തിലേക്ക് കട്ടയൊന്നും ഇല്ലാതെ വെച്ചിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചൂടാവാനായിട്ട് നിൽക്കണ്ട. ഇനി അല്പം എണ്ണയിലേക്ക് കടുകും ഉലുവയും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളരിക്ക മാത്രമല്ല, നമുക്ക് മാമ്പഴം, ഏത്തപ്പഴം, റംബൂട്ടാനും പൈനാപ്പിളും ഒക്കെ കൊണ്ട് ഇതേപോലെ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം.